നമസ്കാരം. കേരള വിഷൻ മലപ്പുറം ജില്ലാ റവന്യൂ കലോത്സവം ഭാഗമായി പ്രത്യേകം തയ്യാറാക്കിയ പവലിലേക്ക് മുഴുവൻ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ തത്സമയ സംപ്രേഷണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓട്ടോമൊബൈൽ ടെക്നോളജിയും സംയുക്തമായാണ്. ഇവിടെ വിവിധ സ്റ്റേജുകളിൽ മത്സരങ്ങൾ പൊടിപൊടിക്കുകയാണ്. ഒപ്പന പോലുള്ള ജനപ്രിയ ഇനങ്ങൾ കാണുന്നതിനു വേണ്ടി നാടിന് നാനാഭാഗത്തു നിന്നും നൂറുകണക്കിന് ജനങ്ങളാണ് ഒഴുകിയെത്തുന്നത്. ആ വേളയിൽ നമുക്കിവിടെ നമ്മുടെ പവലിയനിൽ ഒരു മിടുക്കനെ ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് അവനോട് തന്നെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എന്താണ് പേര്? അഹമ്മദ് അൻഷിബ്. ഏത് സ്കൂളിലാണ്? പൂക്കോട്ടുപാടം സബ് ജില്ല. ഇപ്പം ഏത് ഇനത്തിലാണ് സമ്മാനം കിട്ടിയത്? ഫസ്റ്റ് പ്രൈസ് ആണ്. അൻഷിബ് ഈ ഗസൽ അഭ്യസിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? വർഷമായി. നമ്മൾ ആരാണ് ഗുരു? ആരാണ്? ഹിന്ദുസ്ഥാനി സംഗീതം അല്ലാണ്ട് കർണാടക സംഗീതം പഠിക്കുന്നത്? രണ്ടും പഠിക്കുന്നുണ്ട്. ഹിന്ദുസ്ഥാനി സംഗീതം അനീസ് കൂരാട് സാറിനടുത്തും അവരുടെ അടുത്താണ് പഠിക്കുന്നത്. പിന്നെ കർണാടക സംഗീതം ശങ്കർ വെച്ചൂർ സാറ്, അതേപോലെ വീട്ടിലാരെങ്കിലും സംഗീതവുമായി ബന്ധമുള്ള ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ഉപ്പയുമ്മയൊക്കെ പാടും. അവര് പിന്നെ സ്റ്റേജുകളൊക്കെ പാടുന്ന ആളുകളാണ്? പഠിച്ചിട്ടുണ്ട് അവര്? സംഗീതം പഠിച്ചിട്ടൊന്നുമില്ല. അവരെന്ത് ചെയ്യുന്നു? എക്സ് ഗൾഫാണ്. ബിസിനസ്സാണ്. അവർ സംഗീതവുമായി അടുത്ത ബന്ധമുള്ള ആളുകൾ. ഇവിടെ ഏതാണ് നമ്മൾ ആരുടെ ഗസലാണ് ഇവിടെ നമ്മൾ ആലപിച്ചത്? നമുക്ക് അതിൻ്റെ ഫസ്റ്റ് ഒരു പാട്ട് നമുക്കൊന്ന്, അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പാട്ട് കൂടി പാടി തരണം. അത് ഗസലുമായി ബന്ധമുള്ളത് വേണമെന്നില്ല. ജനപ്രിയ, അതായത് സിനിമാ ഗാനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും പെട്ടെന്ന് കിട്ടാവുന്ന ഒരു ഇതും കൂടി. നമ്മുടെ ശ്രുതിയുടെ പ്രശ്നമൊക്കെ ഉണ്ടായിരിക്കും, കാരണം പുറത്തുനിന്ന് ശബ്ദം വരുന്നത് കൊണ്ട് മനസ്സിലാവുന്നുണ്ട്. എന്നാലും സാധ്യമായ രീതിയിൽ എന്നാലും നമ്മുടെ ഈ നമ്മുടെ കലോത്സവത്തിൽ കിട്ടിയ ആ ഗസലിൻ്റെ ഏതാനും വരികളൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പാടും. നമ്മുടെ മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത ഒരാളാണ് കൊച്ചിൻ മുംബൈ. അപ്പോൾ നമ്മൾ സ്റ്റേജുകളിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ സദസ്സങ്ങളിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടണമെന്നുള്ളൊരു റിക്വസ്റ്റ് എപ്പോഴെങ്കിലുമൊക്കെ വന്നിട്ടുണ്ട്? അല്ലെങ്കിൽ അങ്ങനത്തെ പാട്ട് പാടാറുണ്ട്? മുംബൈ. അതെ, നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഓർമ്മയിൽ വരുന്ന ഒരു പാട്ട് പാടാം. സുമവദനേ സഖി സുനയനേ സുമുഖി സുമവദനേ ഒരു രക്ഷയുമില്ല, അടിപൊളിയായിട്ടുണ്ട്. സ്റ്റേജുകളൊക്കെ പോകലുണ്ടോ? സ്റ്റേജുകളൊക്കെ പോകലുണ്ട്. ഇപ്പോൾ ഹയർ സെക്കൻഡറി, ഇപ്പോൾ ഹൈസ്കൂളാണല്ലേ? അപ്പോൾ ഇനിയും 2 വർഷം നമുക്ക് പിന്നെ ഹൈസ്കൂൾ 10ാം ക്ലാസ് അല്ലേ? അപ്പോൾ
കൊല്ലം സ്റ്റേറ്റിൽ പോയതാണ്. ആ, കഥാപ്രസംഗമായിട്ട് പോയതാണ്. അപ്പോൾ എന്തായാലും ഇനി 2 വർഷം എൻ്റെ ഒരു സാറന്നെയാണ് എഴുതിയത്, എന്നെ പഠിപ്പിക്കണേ. ഹിന്ദി, എൻ്റെ ഹിന്ദി അധ്യാപകനാണ് അത് എഴുതിയത്. ആ ഒരു കഥയിലാണ് ഞങ്ങൾ സ്റ്റേറ്റിൽ പോയത്. ഇനിയിപ്പോൾ എന്തായാലും 2 വർഷം കൂടി മത്സരിക്കാനുണ്ട്. അത് നമ്മുടെ ഇത് പുറത്തേക്കുന്ന ഉമ്മയാണോ? അത് ഉമ്മയാണോ? പുറത്ത് നിൽക്കുന്ന പാരൻസ് ആണോ എന്ന് ചോദിക്കുക? ആ, പാരൻസ് ആണ്. ആ, എന്തായാലും അവരുടെ മുഖത്തൊക്കെ സന്തോഷം കാണാനുണ്ട്. എന്തായാലും കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ. നമുക്ക് അടുത്ത വർഷവും ജില്ലാ കലോത്സവ പവലിയിൽ വെച്ചിട്ട് കണ്ടുമുട്ടണം. കൂടുതൽ സമ്മാനങ്ങൾ തരണം. എന്തായാലും നമുക്ക് ഈ മിടുക്കൻ ഇതിന് പിറ്റേ ദിവസം മാപ്പിളപ്പാട്ടും അറബിഗാനും ഉണ്ടായിരുന്നു എനിക്ക് ഇന്നലെ. അപ്പോൾ അതിന് 2 A ഗ്രേഡാണ്. മാപ്പിളപ്പാട്ട് 2 ലൈനും കൂടി ഒന്ന് പാടിക്കോളൂ. അത് എൻ്റെ അനീസ് കൂരാട് സാറിൻ്റെ മ്യൂസിക്കിലാണ് ഇത് രണ്ടും ചെയ്തിട്ടുള്ളത്. സാറിൻ്റെ പാട്ടാണ്. നല്ല പാട്ടായിരുന്നു, പക്ഷേ വിചാരിച്ചൊരു റിസൾട്ട് കിട്ടിയില്ല നമുക്ക്. ഉദിമതി ചിങ്കൾ അഹമ്മദരമ്പിടയിമ്പമിൽ ആരംഭ കുളിരോലും അഞ്ചിത മുഞ്ചുടെ കഞ്ചക പൊന്തലും ഏറിടാം മുത്തരയത്തല ബെഞ്ചലമിത്തലമിൽ പുകിന്തിട്ടോരേ ബന്ധാരവരമ്പര നിട്ടവരായി റസൂലോരിൽ ബദറിന്നടലക്കള പുക്കുവതായി ബദറിന്നടലക്കള പുക്കുവതായി ആരത്തിൻ ഉദിമതി ചിങ്കൾ അഹമ്മദരമ്പിടയിമ്പമിൽ. എന്തായാലും മിടുക്കനാണ്. സംഗീത ലോകത്ത് ഒരുപാട് കഴിവുകളുണ്ട് എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആലാപന ശൈലികൾ കണ്ടാലും കേട്ടാലും മനസ്സിലാകാൻ പറ്റും. എന്തായാലും കൂടുതൽ ഉയരങ്ങളിലേക്ക് ഈ മിടുക്കന് സഞ്ചരിക്കാനാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവിധ ഭാവങ്ങളും. മെജസ്റ്റിക് ജുവല്ലേഴ്സ്, തിരൂർ. ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാച്ചസ്.